എന്നോടൊരു വ്യക്തി വന്ന് ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവനുള്ള ദൈവത്തെ കാണും. ആ വ്യക്തി എന്റെ കയ്യെ പിടിച്ചു, എന്റെ വലങ്കരത്തെ പിടിച്ച് എന്നെ എടുത്തോണ്ട് പോയി. ഞാൻ നടന്നാണോ പറന്നാണോ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്വപ്നത്തിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ പോയി ആകാശ മേഘങ്ങളിലൂടെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഒരു വലിയ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി. ആ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി ഞാൻ കണ്ണു നോക്കുമ്പോ ഒരു വലിയ സിംഹാസനം. ആ സിംഹാസനത്തിനകത്ത് തേജോമയനായ ഒരു വെള്ള വസ്ത്രം ധരിച്ച് താടിയൊക്കെ നരച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഹിമം പോലെ മുടിയുള്ള തേജസ്സിന്റെ രൂപമുള്ള ഒരു വ്യക്തിത്വം അവിടെ ഇരിപ്പുണ്ട്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രേംകുമാർ അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഏവർക്കും അത് അനുഗ്രഹവും വിടുതലും ദൈവനാമ മഹത്വത്തിന് കാരണമായി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പ്രേംകുമാർ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയത്തിൽ ഒഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാനിപ്പോൾ അരോമ ടിവിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭാര്യ, 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മകൾ +2 കഴിയുന്നു. ഇളയ മകൾ ഈ പ്രാവശ്യം 9ാം ക്ലാസ്സിലേക്ക് പാസ്സായിരിക്കുന്നു. എനിക്ക് പിതാവുണ്ട്, ഒരു സഹോദരനുണ്ട്. ഞങ്ങള് എല്ലാവരും കർത്താവിന്റെ കൃപയിൽ ആണ്, ഹിന്ദുവിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങൾ യേശു കർത്താവിനെ കണ്ടുകിട്ടിയത്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു. ഈ അരോമ ടിവിയിൽ എനിക്കും ദൈവം ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അരോമ ടിവിയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡാനിയൽ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. തുടർമാനമായി അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ പറയുന്നതിനായിട്ട് സമയങ്ങളെ വേർതിരിച്ചുകൊള്ളുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടിവിയിൽ എനിക്ക് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഡാനിയൽ ജോൺ പാസ്റ്റർ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആദ്യമായി കാണുന്നതെങ്കിലും ദൈവാത്മാവിൽ എന്നെയും ഇതിലേക്ക് ക്ഷണിപ്പാൻ ദാസന ദൈവം നിയോഗം കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ കുറിച്ച് പറഞ്ഞല്ലോ, പാലക്കാട് ജില്ലയിലാണ് വാണിയംകുളം ദേശം എന്ന് പറയുന്നത്. എന്റെ സ്വദേശം എറണാകുളമാണ്. ഞാൻ എറണാകുളത്തായിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഒരു നിയോഗം ആണ് ഇന്ന് ഞാൻ പാലക്കാട് ജില്ലയിലായിരിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന ദേശത്ത് 13 വർഷങ്ങളായി ഞാൻ കർത്താവിന്റെ വേലയിലായിരുന്നു. 13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ വാണിയംകുളം എന്ന് പറയുന്ന ദേശം കണ്ടിട്ടില്ല. പക്ഷെ ദൈവം എനിക്ക് തന്നൊരു നിയോഗപ്രകാരം ഒരു ദിവസം ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ദൈവാത്മാവ് അയച്ചതുപോലെ ഒരു ബൈക്കിൽ മുന്നോട്ട് യാത്ര ചെയ്ത് വന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്ന് വാണിയംകുളം എന്ന് പറഞ്ഞ ദേശത്തെത്തിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഈ സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്ത ദേശം. അങ്ങനെയാണ് ഞങ്ങൾ ഈ പട്ടണത്തിൽ വന്നത്. ഇന്ന് 13 വർഷമായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾ ഈ പട്ടണത്തിൽ നിൽക്കുന്നു. കർത്താവിന്റെ നാമനിമിത്തം പലവിധമായ ശോധനകൾ, ഉപദ്രവങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഉപദ്രവം ഏൽപ്പാനുള്ള ഒരു കൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. പൊതുവേ ഞാൻ ഭയമുള്ള ഒരാളാണ്.
10 പേര് ഒച്ചപ്പാട് വെച്ചാൽ പേടിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ പണ്ട്. പക്ഷേ ഈ കൃപയ്ക്കകത്ത് വന്ന് അനേക ഉപദ്രവങ്ങൾ ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിലും ഭയം തോന്നിയില്ല. കർത്താവിനെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. എന്നെ സംബന്ധിച്ച് 2003 യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. യേശുക്രിസ്തുവിനെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ഹിന്ദു വിശ്വാസത്തിൽ നിന്നാണ് ഞാൻ യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത്. 33 കോടി ആളുകളെ സേവിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. യേശുവിനെ ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, യേശുവിനെ ആരാധിക്കുന്നവരെ കളിയാക്കുകയും അവരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവമുള്ള വ്യക്തിയായിരുന്നു. എന്റെ ബാല്യകാലം എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വെച്ച നാള് എനിക്ക് തോന്നുന്നു ഒരു 3-4 വയസ്സ് മുതലൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തറവാട് വീടായിരുന്നു. അച്ഛൻ, അമ്മ, മൂത്ത മകനായിട്ട് ഞാൻ ജനിച്ചു വീണു. അച്ഛന് ബന്ധുക്കളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഓർമ്മ വെച്ച നാള് മുതൽ വെച്ചാരാധനകളും അച്ഛന്റെ പ്രധാനപ്പെട്ട ദൈവങ്ങളും ഒക്കെ വെച്ച് സേവിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് സമാധാനമില്ലെന്ന് പറഞ്ഞാൽ ഒരു ഉള്ളി പൊളിക്കുന്ന വിഷയം അത് ഞങ്ങളുടെ വീട്ടിൽ അടിയുണ്ട്. എന്റെ പിതാവ് അമ്മയെ അടിക്കുന്നതും അമ്മ കരയുന്നതും അങ്ങനെയുള്ളതായ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നത്. എന്നാൽ ഭക്തിക്ക് ഞങ്ങളുടെ വീട്ടിൽ ഒരു കുറവുമില്ല. രാവിലെ എഴുന്നേറ്റ് കളവൊക്കെ ചാലിച്ച് ഞങ്ങളുടെ കുറിയൊക്കെ തേച്ച് സന്ധ്യയാകുമ്പോൾ നിലവിളക്ക് കത്തിച്ച് സന്ധ്യാനാമമൊക്കെ ജപിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. നേർച്ച കൊടുത്ത് ഞങ്ങളുടെ വീട് മുടിഞ്ഞിട്ടുണ്ട്. ഞാന് അല്പം ബുദ്ധിയൊക്കെ കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്റെ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്, നീ ജനിച്ച നേരം കൊണ്ട് 10 വാഴ വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടായിരുന്നു എന്റെ പിതാവിനോട് പറഞ്ഞിട്ട്. സ്തോത്രം. ഞാൻ നല്ല കഴിവുള്ളവനൊക്കെ ആയിട്ടാണ് ജനിച്ചത്. പക്ഷെ എന്റെ അച്ഛന്റെ സിസ്റ്റർ സരോജിനി എന്ന് പറയുന്ന ഒരു സഹോദരി, ഞാന് കൊച്ചുപ്രായത്തിലായിരുന്നപ്പം എനിക്ക് ബുദ്ധിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് കൂടോത്രം ചെയ്തു. ഇതൊക്കെ ഞങ്ങൾ വിശ്വാസി വന്നപ്പോഴാണ് ഈ സംഭവമൊക്കെ അറിഞ്ഞത്. കൂടോത്രം ചെയ്ത് എന്നെ കൊണ്ട് പല സാധനങ്ങളൊക്കെ കഴിപ്പിച്ച് ഞാൻ ബുദ്ധിയില്ലാത്ത രീതിയിൽ കഴിവില്ലാത്തവനായി 2003 യേശു കർത്താവിനെ കാണുന്നത് വരെ ഞാനൊരു കഴിവില്ലാത്തവനായി ജീവിച്ചൊരു കാലഘട്ടം എനിക്കുണ്ട്. എന്റെ ശബ്ദം പോലും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്റെ ശബ്ദം ഒരു സ്ത്രീകളുടെ പോലത്തെ ശബ്ദമായിരുന്നു എന്റെ ശബ്ദം. ഞാന് ദൈവകൃപയിൽ വരുന്നതിനും എന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ ഞെക്കിയിട്ടുണ്ട്. എനിക്ക് എന്തിനും ഇങ്ങനെ ഒരു ശബ്ദം തന്നു? കൂട്ടുകാരോട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാൽ 2003 ശേഷം ദൈവം എന്റെ മേൽ അഭിഷേകത്തെ പകർന്നതിന് ശേഷം എന്റെ ശബ്ദത്തിന് ദൈവം മാറ്റം പറഞ്ഞു. ദൈവാത്മാവിനോട് പറഞ്ഞു, നിന്റെ ശബ്ദത്തിന്റെ മേൽ ഞാനൊരു അഭിഷേകത്തെ പറയും. ഇന്ന് എന്റെ ശബ്ദത്തെ കുറിച്ച് എനിക്ക് അഭിമാനമാണ്. ഇന്ന് എന്റെ ശബ്ദത്തിന്റെ മേൽ ഒരു ദൈവ കൃപയുണ്ട്. ഇന്ന് ഞാൻ പല സ്ഥലങ്ങളിൽ മീറ്റിംഗ് പോകുമ്പോൾ എന്റെ ശബ്ദത്തിൽ ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ അനേക ഭൂതങ്ങൾ ഇളകി മാറുന്നത് കാണുവാൻ ദൈവാത്മാവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തെ 2003 തിരിച്ചറിയുവാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. ഞാൻ 6, 7, 8, 9 വയസ്സുകളായി മുന്നോട്ട് വളർന്നു. എന്റെ ജീവിതത്തിന്റെ സ്വസ്ഥതയില്ല. 18-ാമത്തെ വയസ്സിൽ 19-ാമത്തെ വയസ്സിൽ ജീവിതത്തിനകത്ത് സന്തോഷമില്ലാത്തത് കൊണ്ട് ശബരിമലയിൽ പലവട്ടം ഞാൻ പോയി നോക്കി. മോസ്കിൽ നേർച്ച കാഴ്ചകൾ കൊടുത്തു നോക്കി. കത്തോലിക്ക പള്ളിയിൽ ഇടപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് എറണാകുളത്ത്. അവിടെ പോയി മുത്തുക്കുട ചുമക്കാമെന്ന് നേർച്ച നേർന്നു. മുത്തുക്കുട പള്ളിയിലെ പെരുന്നാളിന് ഞാൻ മുത്തുക്കുട എടുത്തിട്ടുണ്ട്. എന്റെ അമ്മ എന്നെ കൊണ്ടുപോയി മുത്തുക്കുടയൊക്കെ ചെയ്യും. എന്റെ സ്വഭാവം ഒന്ന് ശരിയാകാൻ വേണ്ടി, എനിക്ക് അല്പം ബുദ്ധി ഉണ്ടാകാൻ, കഴിവുണ്ടാകാൻ വേണ്ടി. പക്ഷെ എനിക്ക് ബുദ്ധിയോ കഴിവോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ജീവിതം അടുത്തപ്പം 19-ാമത്തെ വയസ്സിൽ വീട്ടിലാണ് സമാധാനമില്ല. എന്നും അസഭ്യവും തല്ലും വെട്ടും കൂട്ടും. നേർച്ചയുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഓരോ പ്രാവശ്യം ജോത്സനെ കാണാൻ പോകുമ്പോൾ ജോത്സനെ ഞങ്ങൾ തോർത്തുകൊണ്ട് കൊടുക്കാറുണ്ട്. അന്ന് പൈസക്കല്ല മൂല്യം, തോർത്തുമുണ്ട്, ഡബിൾ മുണ്ട്, ഇതൊക്കെ കൊടുക്കും. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ജോത്സ്യൻ ഓരോ തകിട് ജപിച്ച് ഞങ്ങളുടെ കയ്യിൽ തരും. എന്റെ ശരീരത്തിനകത്ത് തകിട് കെട്ടാൻ ഇനി സ്ഥലമില്ല. കഴുത്തെ കെട്ടി, കാലേ കെട്ടി, അരയെ കെട്ടി, തകിട് കെട്ടാൻ സ്ഥലമില്ല. ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ റോട്ടിലൂടെ പോകുമ്പോൾ ഇടിവെട്ടിയിരുന്നെങ്കിൽ ആദ്യം എനിക്ക് കേൾക്കത്തുള്ളൂ. കാരണം മൊത്തം മെറ്റീരിയൽസ് ആണ്. അങ്ങനെയൊക്കെ ജീവിച്ചൊരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. സത്യത്തിൽ ഇന്ന് ഈ ദൈവകൃപയ്ക്കകത്ത് വന്നപ്പം എന്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത്
ഞാൻ ലജ്ജിച്ചു പോയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ജീവിച്ചു? കാലേ കെട്ട്, കഴുത്തെ കെട്ട്, അരയെ കെട്ട്, എവിടെ മൊത്തം കെട്ടായിരുന്നു. എന്നാല് 2003 യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്റെ കെട്ട് ഞാൻ വലിച്ചു പൊട്ടിച്ചു കളഞ്ഞു. എന്റെ ചരടുകളെ ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. എന്റെ വീട്ടിൽ വെച്ച തകിടുകളെ എടുത്ത് ഞാൻ ദൂരെ കളഞ്ഞു. ഞാൻ തകിടുകളൊക്കെ എടുത്തു കളഞ്ഞപ്പോൾ എന്റെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ തിരിച്ച് നശിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുന്നൊരു ദിനമുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ, ഈ അരോമ ടിവിയിലൂടെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഞാൻ നശിച്ചില്ല. ഞാൻ അവരുടെ മുമ്പിൽ പോകേണ്ടി വന്നില്ല. എന്റെ ദൈവം ഒരു ദിവസം എന്റെ ബന്ധുക്കളെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. നീ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ദൈവം എന്നെ അനുഗ്രഹിക്കുകയുണ്ടായി. ഞാൻ ശപിച്ചു, എന്നെ ശപിച്ചിറക്കി വിട്ടവർ ഒരു കല്യാണത്തിന് എന്നെ വിളിക്കത്തില്ല. ഒരു നല്ല ദിവസത്തിൽ നല്ല ചടങ്ങൊക്കെ വീട്ടിൽ വരുമ്പോ, പണ്ട് ഓണം വരും, വിഷു വരും, അന്നൊക്കെ എല്ലാവർക്കും സ്നേഹമായിരുന്നു. ഞങ്ങൾ ഓണം ആഘോഷിക്കാതെ, വിഷു ആഘോഷിക്കാതെ അതൊക്കെ വിട്ട് ദൈവകൃപയിലേക്ക് വന്നപ്പം ഒരു കല്യാണത്തിന് ഞങ്ങളെ വിളിക്കത്തില്ല. വിഷമങ്ങൾ പലവട്ടം തോന്നിയിട്ടുണ്ടെങ്കിലും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പം സ്വർഗത്തിലെ ദൈവം അവരെ കൊണ്ട് എന്നെ വിളിപ്പിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ എന്റെ ജീവിതം ഞാൻ മടുത്തു. ഞാൻ തീരുമാനിച്ചു, വിളിക്കാവുന്നവരെ എല്ലാവരെയും ഞാൻ വിളിച്ചു. 30 കോടി ദൈവങ്ങളുണ്ട്, എല്ലാവരെയും ഞാൻ വിളിച്ചു. എല്ലാവർക്കും ഞാൻ നേർച്ച കൊടുത്തു. പോകാവുന്നിടത്തൊക്കെ ഞാൻ പോയി. അവസാനം ഞാൻ തീരുമാനിച്ചു, എന്നാ ഇവിടത്തെ ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ശൂലം കുത്തി നേർച്ച നേർന്നേക്കാം എന്ന് ഞാൻ തീരുമാനമെടുത്തു. പക്ഷെ ശൂലം കുത്താൻ എനിക്ക് പേടിയായതുകൊണ്ട് അതിലേക്ക് ഞാൻ മുതിർന്നില്ല. ഞാൻ ഓർത്ത് വെറുതെ എന്തിനാ വേദന, മാനസിക വേദന, ഇനി ശാരീരിക വേദനയും കൂടെ അനുഭവിക്കാൻ എനിക്ക് വയ്യാത്തതുകൊണ്ട് സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് തീരുമാനമെടുത്തു. ആദ്യം എലിവിഷം കഴിച്ചു നോക്കി, എന്തോ ഞാൻ മരിച്ചില്ല. 2 കൈയുടെ ഞരമ്പ് മുറിച്ചു, പക്ഷെ മരിച്ചില്ല. ആരോ വീട്ടിൽ വന്ന് തട്ടിയത് കൊണ്ട് മരിക്കാതെ രക്ഷപ്പെട്ടു. 3 50-ലധികം പാരസെറ്റാമോള് ഞാൻ കഴിച്ചു നോക്കി. 19-ാമത്തെ വയസ്സിൽ 50-ലധികം പാരസെറ്റാമോള് കഴിച്ച് എനിക്ക് ഉറപ്പായി എന്റെ ഹാർട്ട് പൊട്ടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാന് എന്റെ അനിയനെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ചേട്ട പോവുക, മോൻ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഞാൻ അവനെ വീട്ടിലേക്ക് കയറ്റി വിട്ട് ആ വരാന്തയിൽ ഞാൻ കിടന്ന് കണ്ണടച്ച് ഞാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊരു ഛർദ്ദിക്കുന്ന ഒരു അനുഭവം പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ വൊമിറ്റ് ചെയ്ത് ഞാൻ കഴിച്ച പാരസെറ്റാമോൾ എല്ലാം വൊമിറ്റ് ചെയ്ത് പുറത്തു പോയി. അങ്ങനെ 3 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തു. വിളിച്ച ദൈവങ്ങളൊന്നും വിളി കേട്ടില്ല. നേർച്ച കൊടുത്തവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല. ചങ്ക് പൊട്ടി വിളിച്ചിട്ടുണ്ട്. അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങി വാന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കത്തോലിക്ക പള്ളിയുടെ ഫ്രണ്ടിൽ പോയി, കുരിശിനെ മുമ്പിൽ പോയി ഞാൻ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് ഇറങ്ങി വാ. മോസ്കിന്റെ മുമ്പിൽ പോയി ഞാൻ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ ഒന്ന് ഇറങ്ങി വാ. അങ്ങനെ 19-ാമത്തെ വയസ്സിൽ 3 വട്ടം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. എന്തോ ദൈവം എന്നെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്റെ സൂയിസൈഡ് ഒക്കെ പരാജയപ്പെട്ടു. അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞു, 20 വയസ്സായി. മദ്യപാനത്തിലേക്ക് ഞാൻ പോയി, പുകവലിയിലേക്ക് ഞാൻ പോയി. പിന്നെ കൂട്ടുകാര് കൂട്ടുകൂടി ഒരു ഗുണ്ട എന്ന ലെവലിലോട്ട് ഞാൻ മാറിപ്പോയി. എന്നോട് പറഞ്ഞു, 10,000 രൂപയാണ് അന്ന് ഒരാളെ തല്ലുന്നതിന്. പൈസ മേടിച്ച് സ്ഥലം കാണിച്ചു തരും, ആളെ കാണിച്ചു തരും, പോകുക, അടിക്കുക. അങ്ങനെ പല സ്ഥലത്ത് അടിയുണ്ടാക്കി ജീവിതം വല്ലാത്ത നിലകളിലേക്ക് പോയി. അമ്പലത്തിൽ പൂരത്തിന് പോകുമ്പോൾ ഡാൻസും പാൻപരാഗും ഒക്കെ വെച്ച് നൃത്തം ചെയ്തിട്ടുണ്ട്, ഡാൻസ് കളിച്ചിട്ടുണ്ട്, ഗാനമേളക്കൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പം സമാധാനമില്ല. വീണ്ടും ജീവിതം ശൂന്യമാണ്. ഞാൻ ചോദിച്ചു, എന്തിന് ഞാൻ ജീവിക്കുന്നു? എന്തിന് എനിക്കിങ്ങനെ ജന്മം തന്നു? 33 കോടി ആൾക്കാരുണ്ടല്ലോ, ഒരാൾ എന്നോട് സംസാരിക്കും. ഞാൻ അങ്ങനെ വെല്ലുവിളിച്ചിട്ടുണ്ട്, പക്ഷെ ആരും എന്നോട് സംസാരിച്ചില്ല. അങ്ങനെ 21 വയസ്സ് കഴിഞ്ഞു. 22-ാമത്തെ വയസ്സായി. 22-ാമത്തെ വയസ്സിൽ ജനുവരി മാസത്തിലേക്ക് എത്തിയപ്പോൾ എന്റെ വീട്ടിൽ 2 സുവിശേഷകർ കടന്നു വന്നു. ഒരാളുടെ പേര് കൃഷ്ണൻകുട്ടി ബ്രദർ, അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കും. 2-ാമത്തെ ആളുടെ പേര് ബാബു, അദ്ദേഹത്തിന്റെ സ്ഥലം ഇടപ്പള്ളിയിലാണ്. ഈ 2 വ്യക്തികൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് മുഖം കൊടുക്കാതെ അവരെ ഇൻസൾട്ട് ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അവരെ ഇറക്കി വിട്ടു. ഒടുവിൽ
വീട്ടിൽ നിന്ന് ഇറങ്ങി കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദർ ചെരുപ്പിടുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ എന്നോട് പറഞ്ഞു, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന് മാറ്റം തരുവാൻ യേശുവിന് കഴിയും. യേശു നിനക്ക് സമാധാനം തരും. നിന്റെ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിപ്പിക്കും എന്നൊരു വാക്ക് പറഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹം ഒത്തിരി കാര്യം എന്നോട് പറഞ്ഞെങ്കിലും ഒടുവിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ വാക്ക് ഞാൻ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ചു. കാരണം സ്നേഹം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു അപ്പനുണ്ട്, അമ്മയുണ്ട്. ഇവരുടെ അടിയും ഇടിയും കഴിഞ്ഞിട്ട് ഞങ്ങളെ സ്നേഹിക്കാൻ ഇവർക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹം എന്തെന്ന് അറിയത്തില്ല. പിന്നുള്ളത് കൂട്ടുകാരാ. മദ്യപിക്കുമ്പോ പുകവലിക്കുമ്പോ സ്നേഹം ഉണ്ടെങ്കിലും കഷ്ടതയുടെ നടുവിൽ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, യേശു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അന്ന് രാത്രി ആ വാക്കെന്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്ന ഒരു പതിവ് ചോദ്യമുണ്ട്. അമ്പലത്തിൽ പോയി ചോദിക്കും, നിങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി വന്നു. മോസ്കിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ടെങ്കിൽ ഇറങ്ങി വന്നു. കത്തോലിക്ക പള്ളിയിൽ ചെല്ലുമ്പോൾ മധ്യസ്ഥന്മാര് കുറെ ഉണ്ട്. ഞാൻ ഈ മധ്യസ്ഥന്മാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ടോ? ഉണ്ടേ എന്നോട് സംസാരിക്കും. അന്ന് രാത്രി യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദർ എന്നോട് പറഞ്ഞ അന്ന് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് രാത്രി അർദ്ധരാത്രി ഡീപ്പ് ഉറക്കത്തിൽ എന്നോട് ഒരു വ്യക്തി ഒന്ന് ചോദിച്ചു, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. എന്നോടൊരു വ്യക്തി ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതിനു മുമ്പ് ഹിന്ദു വിശ്വാസത്തിലായി ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പാമ്പ് കടിക്കുന്നതും ആന കുത്താൻ വരുന്നതും മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്നതും അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതുമായ അസഭ്യത്തിന്റെ വാക്കുകളുമായ സ്വപ്നങ്ങൾ മാത്രം കണ്ട ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ദൈവിക സ്വപ്നം അന്ന് രാത്രി ഞാൻ കാണുക. എന്നോട് ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ ചോദിക്കണം. കഴിഞ്ഞ 21 വർഷം, 21 വയസ്സാകുന്നതിന് മുമ്പ് 22ാമത്തെ വയസ്സ് വരെ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്. അമ്പലത്തിൽ പോയി ചോദിച്ച ചോദ്യമുണ്ട്, ജീവനുണ്ടോ നിങ്ങൾക്ക്? മോസ്കിൽ പോയി ചോദിച്ചു, ജീവനുണ്ടോ നിങ്ങൾക്ക്? കത്തോലിക്ക പള്ളിയിൽ പോയി ഞാൻ ചോദിച്ചു, ജീവനുണ്ടോ നിങ്ങൾക്ക്? ഇവരോടൊക്കെ ഞാൻ ചോദിച്ചു. എന്നാൽ ഇവരൊക്കെ സംസാരിക്കാതിരിക്കുമ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്നോടൊരു വ്യക്തി വന്ന് ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞു, എനിക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. ഞാൻ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവനുള്ള ദൈവത്തെ കാണും. ആ വ്യക്തി എന്റെ കയ്യെ പിടിച്ചു, എന്റെ വലങ്കരത്തെ പിടിച്ച് എന്നെ എടുത്തോണ്ട് പോയി. ഞാൻ നടന്നാണോ പറന്നാണോ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. സ്വപ്നത്തിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ പോയി ആകാശ മേഘങ്ങളിലൂടെ അദ്ദേഹം എന്നെ കൊണ്ടുപോയി ഒരു വലിയ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി. ആ സിംഹാസനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തി ഞാൻ കണ്ണു നോക്കുമ്പോ ഒരു വലിയ സിംഹാസനം. ആ സിംഹാസനത്തിനകത്ത് തേജോമയനായ ഒരു വെള്ള വസ്ത്രം ധരിച്ച് താടിയൊക്കെ നരച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഹിമം പോലെ മുടിയുള്ള തേജസ്സിന്റെ രൂപമുള്ള ഒരു വ്യക്തിത്വം അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് മനസ്സിലായി, അത് ഞാൻ നിന്ദിച്ച, ഞാൻ പരിഹസിച്ച യേശു എന്ന വ്യക്തിയാണ്. തലേ രാത്രി കൃഷ്ണൻകുട്ടി ബ്രദർ എന്നോട് പറഞ്ഞു, മോനെ, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് വരെ കാണാത്തൊരു സ്വപ്നം, ഇന്ന് വരെ ഞാൻ കാണാത്തൊരു സിംഹാസനം. ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ കാണുന്ന ഇന്നും എനിക്ക് അനുഭവമാണ്. ആ സിംഹാസനത്തിൽ നിന്ന് ഒരു തേജസ്സുള്ള ഒരു ഗോൾഡൻ കളർ പ്രഭ വന്ന് എന്നെ വാരി അങ്ങോട്ട് പുണർന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി ആ ഉണ്ടായ അനുഭവം ഇന്ന് ഈ അരോമ ടിവിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഇപ്പോഴും എന്റെ ശരീരത്ത് ഞാനത് അനുഭവിക്കുന്നു. ആ യേശു കർത്താവിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരു തേജസ് വന്ന് എന്നെ വാരി പുണർന്നു. നേരം വെളുത്തു, സ്വപ്നം ഞാൻ മറന്നുപോയി. പക്ഷേ പതിവിലും വിപരീതമായ സന്തോഷം എനിക്ക്. രാവിലെ അമ്മ എനിക്ക് കട്ടൻ ചായ കൊണ്ടെത്തന്നു. ഞാൻ ആ വാതിക്കെ ഇരുന്ന് ചായ ഇങ്ങനെ കുടിക്കുക. പക്ഷെ എന്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷം. എനിക്കറിയത്തില്ല, സാധാരണ ഈ സന്തോഷം വരുന്നത് ഈ ഓണത്തിനൊക്കെ വീട്ടുകാർ വസ്ത്രം മേടിച്ചു തരുമ്പോഴോ അല്ലെങ്കിൽ നല്ല ചെരുപ്പ് മേടിച്ചു തരുമ്പോഴോ അങ്ങനെ ഒരു സന്തോഷം. പക്ഷെ അതിലെല്ലാം ഉപരിയായ ഒരു പ്രത്യേക സന്തോഷം. സാധാരണ ഹിന്ദു വിശ്വാസത്തിലായതുകൊണ്ട് ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് ഞാൻ പറയുമോ, ഇന്നത്തെ ദിവസം പഞ്ഞം പിടിച്ച ദിവസമാണല്ലോ, ഒരു സന്തോഷമില്ലല്ലോ. പക്ഷെ അന്ന് പതിവിലും വിപരീതമായി എന്റെ ഉള്ളത്തിൽ ഭയങ്കര സന്തോഷം. എനിക്കറിയില്ല എന്താ സന്തോഷമെന്ന്.
അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് പതിവില്ലാത്തൊരു സന്തോഷം? അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഞാൻ തലേ രാത്രി കണ്ട സ്വപ്നത്തിലേക്ക് എന്റെ ചിന്ത പെട്ടെന്ന് കടന്നുപോയി. ഞാൻ കണ്ട സ്വപ്നം, ഞാൻ കണ്ട തേജസ്, ഇന്ന് വരെ ഞാൻ കാണാത്ത സന്തോഷം. പെട്ടെന്ന് തലേ ദിവസം എന്റെ വീട്ടിൽ വന്ന കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദർ പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തു, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ പറയട്ടെ, അന്ന് എന്റെ വീട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഒരു കറുത്ത ബൈൻഡിട്ട പുസ്തകം കൊണ്ട് തന്നിട്ടുണ്ട്. ഞാനതെടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ടും എടുത്തിട്ടിട്ടുണ്ട്, ഇങ്ങോട്ടും എടുത്തിട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലെറ്റർ ഒന്നും എനിക്ക് വായിക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഈ പുസ്തകം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ദർശനം കണ്ട ശേഷം, ഈ ഒരു സ്വപ്നം കണ്ട ശേഷം ഞാൻ ആദ്യം പോയി ആ ബൈബിൾ എടുത്തു. എനിക്ക് വായിക്കാനോ അതെന്താണെന്നോ അറിയത്തില്ല. അന്ന് ആ പകൽ മുട്ടുകുത്തി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അങ്ങേക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കും. അങ്ങാണ് ജീവിക്കുന്ന ദൈവമെങ്കിൽ എന്നോട് ഇടപെടണം. അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ എന്റെ മനസ്സിന്റെ ഭാരത്തെ മാറ്റണം. എനിക്ക് ബുദ്ധി തരണം, എനിക്ക് സ്വസ്ഥത തരണം, എന്റെ സ്വഭാവത്തിന് മാറ്റം തരണം. അതിലെല്ലാം ഉപരി എനിക്ക് സമാധാനം തരണം. അന്ന് ഞാൻ മുട്ടുകുത്തി ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ ഇന്ന് വരെ ജീവിതത്തിനകത്ത് അണ പൊട്ടി കരഞ്ഞിട്ടില്ല ഞാൻ. അന്ന് ആ ബൈബിൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞ അനുഭവം ഞാൻ ഇന്ന് ഓർക്കുന്നു. ആദ്യത്തെ അനുഭവം എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. ചില നാളുകൾ കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ബ്രദറൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ബ്രദറെ വിശേഷം? പക്ഷെ പതിവിലും വിപരീതമായി എനിക്ക് അന്ന് അവരോട് സ്നേഹം തോന്നി. സാധാരണ അവർ വീട്ടിൽ വന്നപ്പോ അസഭ്യം പറയുകയും ഇറങ്ങിപ്പോക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ഞാൻ അവരെ ആദ്യമായിട്ട് ആ 2 സുവിശേഷകരെ എന്റെ വീട്ടിലേക്ക് ഞാൻ ചേർത്ത് നോക്കി. എന്തോ യേശുവിനെ കുറിച്ചുള്ള ദർശനം എന്റെ ഉള്ളിൽ വന്നപ്പോൾ എനിക്ക് അവരോട് സ്നേഹിക്കാൻ പറ്റും. ഞാൻ അവരുടെ അടുക്കലിരുന്നു, എന്നോട് അവർ ദൈവത്തിന്റെ വചനത്തെ പറഞ്ഞു. അന്നു മുതൽ എനിക്ക് ദൈവത്തിന്റെ വചനത്തെ ഗ്രഹിക്കാൻ പറ്റി. യേശുവിന്റെ സാന്നിധ്യം എന്റെ ശരീരത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റി. എന്റെ മനസ്സിനകത്ത് എനിക്ക് സമാധാനം കിട്ടി. ഞാൻ പറയട്ടെ, എന്റെ അച്ഛന്റെ സിസ്റ്റർ സരോജിനി എന്ന് പറയുന്ന സഹോദരി എനിക്ക് കൂടോത്രം ചെയ്ത് ഞാനൊരു ഭ്രാന്തനായി തീരാൻ വേണ്ടി, എന്റെ 19ാമത്തെ വയസ്സിൽ തൂങ്ങിച്ചാകാൻ വേണ്ടി അവര് ചെയ്ത കൂടോത്രത്തിന്റെ ശക്തി അന്ന് ഒറ്റ സ്വപ്നം കൊണ്ട് അന്ന് രാത്രി അഴിഞ്ഞു മാറി. ആ കൂടോത്രത്തിന്റെ ശക്തി ആ ഒരൊറ്റ ദർശനം കൊണ്ട് ആരും എന്റെ തലയെ കൈവെക്കാതെ അത് പൊട്ടിമാറി. ജീവനുള്ള ദൈവത്തിന്റെ തേജസ് എന്റെ ഉള്ളിൽ ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് സന്തോഷം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റി. ഞാൻ കൃഷ്ണൻകുട്ടി ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ഇന്നലെ രാത്രി ഇതുപോലൊരു സ്വപ്നം കണ്ടു. ഞാൻ സാധാരണ കാണാറ് ആന കുത്താൻ വരുന്നതും സർപ്പം തലപൊക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടത്. പതിവിലും വിപരീതമായി ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടു. കൃഷ്ണൻകുട്ടി ബ്രദർ പറഞ്ഞു, ബ്രദറെ, ഞാൻ പറഞ്ഞില്ലേ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്തോത്രം. എന്നോട് പറഞ്ഞു, ഞായറാഴ്ച ചർച്ചിൽ വരാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ സൺഡേ ഞാൻ ചർച്ചിൽ പോയി. അവിടുത്തെ കർത്താവിന്റെ ദാസന്റെ പേര് പാസ്റ്റർ NG സാംകുട്ടി. അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുക. ഞാന് ചന്ദനക്കുറിയൊക്കെ തൊട്ട് ഒരു പച്ച ഷർട്ടും ഒരു വെള്ളമുണ്ടൊക്കെ കൊടുത്ത് ആദ്യമായിട്ട് ഞാൻ പെന്തക്കോസ്ത് ചർച്ചിൽ പോയി. പെന്തക്കോസ്ത് ചർച്ചിൽ ചെന്നപ്പം ഇവരുടെ രീതിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടാഴിയൊന്നുമില്ല. പക്ഷെ ഞാൻ അലമ്പാണല്ലോ, കാരണം ഇവരെല്ലാം മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു, ഇവരെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുന്നു. നമ്മള് ഹിന്ദു വിശ്വാസത്തിലായതുകൊണ്ട് നമുക്ക് ഇത്രയും മാന്യമായിട്ടും നമ്മൾ ജീവിച്ചതായിട്ടുള്ള രീതികളും നമുക്കില്ല. നമ്മൾ വാ വിളിച്ച അസഭ്യം പറയുക, അസഭ്യം പറയുന്നത് തെറ്റാണെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ ദൈവസഭയ്ക്കകത്ത് വന്നപ്പം ഇവരുടെ രീതിയൊക്കെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട. പാട്ടുകള്, പ്രാർത്ഥന, എന്തെന്നില്ലാത്തൊരു വലിയ സമാധാനം എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചു. അന്ന് സാംകുട്ടി എന്ന് പറഞ്ഞ പാസ് ആരാധന ശേഷം എന്നെ പരിചയപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്റെ പേര് പ്രേംകുമാർ എന്നാണ്. ഞാൻ ഇതുപോലെ ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു സ്വപ്നം കണ്ട് യേശു കർത്താവിനെ കണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചതാണെന്നൊക്കെ പറഞ്ഞു, ബ്രദർ, അടുത്ത ആഴ്ചയും താങ്കൾ ഇവിടെ ആരാധനയ്ക്ക് വരണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ വരാമെന്ന് പറഞ്ഞു. എന്നാൽ 2ാമത്തെ ആഴ്ച ആരാധനയ്ക്ക് പോകാൻ എനിക്ക് തോന്നിയില്ല. എന്റെ മനസ്സിനകത്ത് ആരാധനയ്ക്ക് പോകാൻ വല്ലാത്ത മടുപ്പ്, പല പല തടസ്സങ്ങളുണ്ട്. ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്കൊരു മുഖാന്തരമില്ല. പാസ്റ്റർ NG സാംകുട്ടി എന്ന് പറഞ്ഞ ദൈവദാസന് വണ്ടി ഓടിക്കാൻ ഒരാളെ വേണം
എന്ന് ഒരു വാർത്ത എന്റെ കാതിൽ കേട്ടു. കാരണം അദ്ദേഹത്തിന് ബോൺ ക്യാൻസർ എന്ന രോഗം നിമിത്തം അദ്ദേഹത്തിന്റെ ഹിപ്പ് ഒടിഞ്ഞു പോയി. അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ വണ്ടി ഓടിക്കാൻ ഒരാളെ വേണമെന്ന്. അങ്ങനെ ആരാധനയ്ക്ക് പോകാത്ത എനിക്ക് ആരാധനയ്ക്ക് പോകാൻ ഒരവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി. കാരണം നമ്മളെ ദൈവത്തിന് അറിയാമല്ലോ, നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കുറവശങ്ങളെ, നമ്മുടെ എല്ലാം അറിയുന്നവനാണല്ലോ യേശു കർത്താവ്. കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ട് എന്റെ ദൈവം ആരാധനയ്ക്ക് പോകുവാൻ അങ്ങനെ ഒരു ക്രമീകരണം എനിക്ക് തന്നു. ആദ്യമായിട്ട് ഞാൻ പെന്തക്കോസ്റ്റ് ചർച്ചിൽ ചെന്ന് പാസ്റ്ററോട് ആരാധനയ്ക്ക് വരണമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് പോകാൻ എന്റെ കൂട്ടുകാരോ എന്റെ മിത്രങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് എനിക്ക് പോകാൻ തോന്നിയില്ല. പക്ഷെ രണ്ടാമത് വീണ്ടും ആ പള്ളിയിൽ ഞാൻ പോയി. ഞാൻ രണ്ടാമത് പോകുന്നത് പാസ്റ്റർ ഡ്രൈവറായിട്ട്. ഞാൻ ആദ്യമായിട്ട് പാസ്റ്റർ വണ്ടി ഓടിച്ചപ്പോൾ എന്നോട് ദൈവാത്മാവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, രണ്ടാമത്തെ ആഴ്ച എന്നോട് പറഞ്ഞു, ബ്രദർ, നീ എന്നെ പോലൊരു സുവിശേഷകനാണ്. നീ അനേകായിരങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ ഉപയോഗിക്കും. കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരും, ഉപദ്രവം ഏൽക്കേണ്ടി വരും. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നീ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയുടെ പാസ്റ്ററാകും എന്നൊരു ദൂത് രണ്ടാമത്തെ ആഴ്ച ദൈവാത്മാവിൽ അദ്ദേഹം എന്നോട് പ്രവചിച്ച ആലോചന പറഞ്ഞു. പക്ഷെ അന്നത്തെ ആലോചനയൊന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നശിച്ചു പോകത്തില്ലെന്ന് എനിക്കന്ന് മനസ്സിലായി. രണ്ട്, ദൈവകൃപയിൽ നിൽക്കുവാൻ എനിക്ക് ദൈവമക്കളുടെ സ്നേഹം വലിയ പ്രോത്സാഹനമായിരുന്നു. മൂന്ന്, ദൈവമക്കളുടെ കൈത്താങ്ങൽ, അവരുടെ സ്നേഹം, അവര് എന്നെ ദൈവകൃപയിലേക്ക് എന്നെ നയിക്കാൻ തുടങ്ങി. നാല്, ദൈവാത്മാവിനോട് ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന്. സ്തോത്രം. എന്തിനേറെ പറയുന്നു, കർത്താവ് എന്റെ ബന്ധനം അഴിച്ചു, എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു, എന്റെ ശബ്ദത്തിന് മാറ്റം തന്നു. എന്റെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും സ്വർഗത്തിലെ ദൈവം സമാധാനത്തെ നൽകി. സമാധാനം, സമാധാനം എന്തെന്ന് എനിക്ക് അറിയത്തില്ല. എന്താ സമാധാനം? ഞാൻ ആദ്യമായിട്ട് സമാധാനം എന്തെന്ന് അറിഞ്ഞത് പെന്തക്കോസ്ത് പള്ളിയിൽ പോയി കർത്താവിനെ ആരാധിച്ചത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം വയ്ക്കുന്ന ഒരു കട ഈ ദേശത്തുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഈ ദേശത്തായിരിക്കും. ഞാൻ ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് യേശു കർത്താവിനെ കണ്ട് ഞാൻ കർത്താവിനെ ആരാധിക്കാൻ പള്ളിയിൽ പോയപ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാൻ. പിറ്റേ വർഷം കൂനന്തൈ, എറണാകുളം കൂനന്തൈ പത്തടിപ്പാലം എന്ന ദേശത്ത് അവിടെ ഒരു അമ്പലമുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. അമ്പലത്തിൽ ഉത്സവം വന്നപ്പോ എന്നെ കൂട്ടുകാർ വിളിച്ചു, വാടാ, ഈ പ്രാവശ്യവും നമുക്ക് പോയി അടിച്ചു പൊളിക്കണം. നമ്മുടെ കൂട്ടുകാര് മിലിറ്ററിയിൽ നിന്ന് പലരും വന്നിട്ടുണ്ട്. അവര് വലിയ അടിപൊളി സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം കുടിച്ച് കഴിഞ്ഞ വർഷം നമ്മളെ അടിച്ച ടീമില്ലേ, അതിന്റെ കണക്കൊക്കെ നമുക്ക് തീർക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ ഇല്ലടാന്ന്. ഞാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനില്ല. എന്നെ കളിയാക്കി, ഓ നീ വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടി. നമ്മൾ 30 കോടി ആളുകളെ സേവിച്ചില്ലേ, നമ്മൾ അസഭ്യം പറഞ്ഞില്ലേ, ഞാൻ 3 വട്ടം സൂയിസൈഡ് ചെയ്യാൻ പോയി, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പക്ഷെ അതിലൊന്നും കിട്ടാത്തൊരു സന്തോഷം യേശു ക്രിസ്തുവിലുണ്ടെന്നുള്ളൂ. എന്നെ പലരും കളിയാക്കി, എന്നെ അസഭ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കള്ളു കുടിച്ച് ഓടയ്ക്കകത്ത് കിടന്നിട്ടുണ്ട്. അന്നൊന്നും എന്നെ ആരും കളിയാക്കിയിട്ടില്ല. ഞാൻ ഇടപ്പള്ളി ടോളിരുന്ന് കഞ്ചാവ് വലിച്ചിട്ടുണ്ട്. അന്നൊന്നും എന്നെ ആരും തിരുത്തിയിട്ടില്ല. ഞാൻ കള്ളു കുടിച്ച് ഓടയ്ക്കകത്ത് കിടക്കുമ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം കൊണ്ട് 4 കാലെ പിടിച്ച് എന്റെ വീടിന്റെ ഡോറെ കൊണ്ട് ചാരി നിർത്തിയിട്ട് ഇവരെല്ലാം ഓടിപ്പോയിട്ടുണ്ട്. സമാധാനം എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനം. അതുകൊണ്ട് ഇനി ഞാൻ പുറകോട്ടില്ലെന്ന് ഞാൻ പറയട്ടെ, എനിക്ക് ഒരു പ്രലോഭനം ഉണ്ടായില്ല. എനിക്ക് മദ്യക്കുപ്പി കണ്ടിട്ടോ സിഗരറ്റ് കണ്ടിട്ടോ എനിക്കൊരു ടെംപ്റ്റേഷനും തോന്നിയില്ല. കാരണം എനിക്ക് മനസ്സിലായി യേശു ജീവനുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു രാത്രിയിലെ സ്വപ്നം, ഇന്ന് വരെ കാണാത്ത സ്വപ്നം, 33 കോടി ആൾക്കാരെ ഞാൻ സേവിച്ചിട്ടും അവരിലൂടെ ആർക്കും കിട്ടാത്തൊരു ദൈവിക സ്വപ്നം അന്ന് എനിക്ക് ലഭിച്ചു. ഞാൻ പറയട്ടെ, അന്ന് കിട്ടിയ സമാധാനം ഈ 2025 ഈ വാണിയംകുളം പട്ടണത്തിനകത്ത് ആ ഒരു ദൈവിക സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സ്തോത്രം. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അന്നു മുതൽ ഇന്ന് വരെ ദൈവം ഞങ്ങളെ അതിശയകരമായി അത്ഭുതകരമായി നടത്തി. ഒന്നിനും മുട്ടില്ലാതെ വാൾമുനയുടെ മുമ്പിൽ നിന്നിട്ടുണ്ട്. സുവിശേഷ വിരോധികൾ പലവട്ടം എന്നെ ചതിച്ചിട്ടുണ്ട്. എന്നെ പാടത്ത് ചെളിക്കകത്തോട്ട് മുക്കിക്കൊല്ലുവാൻ നോക്കിയിട്ടുണ്ട്. എന്റെ മക്കളുടെ മുമ്പിട്ട് അവരെന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് പേടിയുണ്ടായിട്ടില്ല. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ പട്ടണത്തിൽ വന്ന് അനേകരെ സ്നാനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. സമാധാനമില്ലാത്ത അനേകർക്ക് ഇന്ന് വാണിയംകുളത്തെ ദൈവസഭ സമാധാനമാണ്. ഞാൻ ചിന്തിച്ചു, യേശുവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു സമാധാനം. യേശുവെ എന്ന് വിളിക്കുമ്പോഴേ ഒരു സമാധാനം അല്ലേ?
യേശുവെ എന്നൊന്ന് വിളിച്ചു നോക്കിയേ. യേശു എന്നൊന്ന് വിളിച്ച് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് യേശു എന്നൊന്ന് വിളിച്ചേ. ഒരു സമാധാനം വ്യാപരി. സ്തോത്രം. അന്ന് മുതൽ ഇന്നുവരെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അതിശയകരമായി നടത്തുന്നു. എന്റെ ഭാര്യ ശ്രീദേവി, ഞാൻ നേടിയ ആദ്യത്തെ ആത്മാവാണ് എന്റെ ഭാര്യ. എന്റെ ഭാര്യയുടെ വീട്ടിൽ സർപ്പത്തെ സേവിക്കുന്നവരുണ്ട്, വിഗ്രഹത്തെ സേവിക്കുന്നവർ, നേർച്ച കാഴ്ച കൊടുക്കുന്നവരുണ്ട്. പക്ഷെ എന്റെ ഭാര്യ ശ്രീദേവി, അവളും യേശു കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു. ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു മകൾ ജനിച്ചു. പേര് ഞാൻ ഇങ്ങനെ ചോദിച്ചു. ദൈവമക്കളെല്ലാം ബൈബിളിൽ നിന്നാണല്ലോ പേരിടുന്നത്. ബൈബിളിൽ നിന്ന് പേരിടണം ദൈവമക്കൾ. ഞാൻ ബൈബിൾ അന്വേഷിച്ചപ്പോഴൊന്നും എനിക്ക് ബൈബിൾ വലിയ പിടുത്തമില്ലാത്തതുകൊണ്ട് എനിക്ക് പേര് കിട്ടിയില്ല. ദൈവം എന്നോട് പേര് എന്റെ മനസ്സിൽ പറഞ്ഞു, റൂഹാമ, കൃപ ലഭിച്ചവൾ. ഞാനത് തപ്പി നടന്നപ്പോൾ ഹോശേയ-പ്രവചനത്തിനകത്ത് ആ പേര് ഞാൻ കണ്ടുപിടിച്ചു. എന്റെ കുഞ്ഞ് കൃപയ്ക്കകത്ത് ജനിച്ചതുകൊണ്ട്, അവള് കൃപ ലഭിച്ചവൾ ആയതുകൊണ്ട് ഞാൻ പേരിട്ടു കൃപ ലഭിച്ചവൾ എന്ന അർത്ഥം വരുന്ന റൂഹാമ എന്ന് പേര്. അവളുടെ ജീവിതം കൃപയാൽ പോവുക. അവൾക്ക് പഠിക്കാനൊക്കെ അവൾ അല്പം പുറകോട്ടാണെങ്കിലും അവൾ പാസ്സാകും, അവൾ ജയിക്കും. ഇന്ന് +2 കഴിഞ്ഞ് നിൽക്കുക. ഇതെല്ലാം കൃപയെ പോകുന്ന കാര്യമാണ്. കഴിവില്ലാത്തവന് കഴിവ് കൊടുക്കുന്നവനാണ് ഈ കൃപ. ബലഹീനനെ ശക്തനാക്കുന്നവനാണ് ഈ ദൈവകൃപ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവനാണ് ഈ ദൈവകൃപ. സ്തോത്രം. കർത്താവ് ഞങ്ങളെ അതിശയകരമായിട്ട് നടത്തി. ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കാണുന്നു. താൻ ചുങ്കക്കാരനാണ്, പേരും പ്രശസ്തിയും തനിക്കുണ്ട്. പക്ഷെ തനിക്ക് യേശുവിനെ പറ്റി അറിയത്തില്ല. യേശുവിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാനും കേട്ടിട്ടുണ്ട് യേശു. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു യേശു. പക്ഷെ സക്കായി യേശുവിനെ പറ്റി കേട്ടു. ഒരു ദിവസം യേശു അതിൽ നടന്നു വന്നപ്പോ തനിക്ക് യേശുവിനെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, താന് കാട്ടത്തി മരത്തിൽ തന്റെ സ്റ്റാൻഡേർഡ് ഒന്നും നോക്കാതെ താൻ ആ കാട്ടത്തി മരത്തെ വലിഞ്ഞു കയറിയെന്ന് കാണും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, സ്റ്റാൻഡേർഡ് ഒന്നും നോക്കിയാൽ യേശുവിനെ നമുക്ക് അനുഭവിക്കാനൊന്നും പറ്റത്തില്ല. സ്തോത്രം. കർത്താവിനെ ആരാധിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഒന്നും വേണ്ട. നല്ല മനസാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? ബൈബിൾ പറയുന്നു, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങത്തില്ല. സ്തോത്രം. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടങ്ങി പോകത്തില്ല. നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. വസതിയെ മാറ്റി എസ്തേറിനെ അപ്പോയിന്റ് ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചിലതിനെ മാറ്റിയിട്ട് ദൈവം നമ്മുടെ തലമുറകളെ അപ്പോയിന്റ് ചെയ്യുന്ന ദൈവമാണ്. സ്തോത്രം. സക്കായി സ്റ്റാൻഡേർഡ് ഒന്നും നോക്കാതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സക്കായി. കാര്യം ഭയങ്കര സ്റ്റാൻഡേർഡാണ്. ഇന്നത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണ് ഒരു ബെൻസ് കാറൊക്കെ സക്കായിയുടെ വീട്ടിൽ കാണും. കാരണം ചുങ്കം ഭരിക്കുന്ന ടാക്സ് കളക്ടർ അല്ലേ. പുള്ളിയുടെ ആ വലിയ ജുബയുടെ ചുവക്കൊന്നും വീഴാതെ പുള്ളി ആ കാട്ടത്തി മരത്തെ വലിഞ്ഞ് അങ്ങോട്ട് കയറും. യേശുവിനെ ഒന്ന് കണ്ടാൽ മതി, യേശു തന്നെ കാണണമെന്നൊന്നുമില്ല. യേശു കാട്ടത്തി മരത്തിന്റെ അടുക്കെ വന്നപ്പോ മുകളിലോട്ട് നോക്കിട്ട് പറഞ്ഞു, സക്കായേ, നീ വേഗം ഇങ്ങോട്ട് ഇറങ്ങില്ല, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് വരുവാന്ന്. എന്താ അല്ലേ, കാണാനേ ആഗ്രഹിച്ചുള്ളൂ. കർത്താവ് പറയാ, ഞാൻ എന്റെ വീട്ടിലോട്ട് വരികയും ചോദിച്ചതിലും നനച്ചതിലും ആത്യന്തപരമായി ചെയ്യുന്നവനെ നമ്മുടെ കർത്താവ്. ഒന്ന് കാണാൻ, എന്നെ കാണണ്ട, പക്ഷെ എനിക്കൊന്ന് കണ്ടാൽ മതി. കർത്താവ് പറഞ്ഞു, അതെ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് വരിക. ഓ, എന്താല്ലേ നമ്മുടെ കർത്താവ്. ഞാൻ ഈ 33 കോടി ആൾക്കാരെ സേവിച്ചിട്ട് അവരെ കാണാൻ ഞാൻ അങ്ങോട്ട് പോയിട്ട് മാലയിട്ട് ശയനപ്രതിഷ്ഠ നടത്തിയിട്ട് അവരാരും എന്റെ വീട്ടിൽ വരാതിരിക്കുമ്പോ കർത്താവ് പറയുക, പ്രേംകുമാറെ, ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്ന നിന്നോട് കൂടെ താമസിക്കാൻ പോകുന്നു. എത്ര വലിയ ദൈവമായി യേശു കർത്താവ് അല്ലേ. സ്തോത്രം. ഞാൻ കർത്താവിനെ കണ്ടത് 22-ാമത്തെ വയസ്സിൽ. ലേറ്റ് ആയിപ്പോയി, കുറച്ചുകൂടെ നേരത്തെ കാണേണ്ടതായിരുന്നു. വൈകിപ്പോയി. നേരത്തെ കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും അഴുക്കിനകത്ത് ചവിട്ടിയാൽ മതിയായിരുന്നു. പാപബോധം ഉണ്ടായത് യേശു കർത്താവിനെ കണ്ടു. നുണ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് യേശു കർത്താവിനെ കണ്ടിട്ട്. കണ്ണുകൊണ്ട് ആവശ്യമില്ലാത്ത കാണരുതെന്ന് പഠിച്ചത് യേശുവിനെ കണ്ടപ്പോഴാണ്. സ്തോത്രം. സഖായി യേശുവിനെ കാണാൻ കാട്ടത്തി മരത്തിൽ വലിഞ്ഞു കയറി. പക്ഷെ അന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിലോട്ട് വരിക. പ്രിയരെ, കാണാൻ ആഗ്രഹിച്ചാൽ മതി, കർത്താവ് നിന്റെ വീട്ടിൽ വന്നു. സഖായിയുടെ വീട്ടിൽ വന്നു, യേശുവിനെ സംസാരിച്ചു.
സക്കായി ചായയും കാപ്പിയും ഒക്കെ കൊടുത്ത് യേശുവിനെ ഇങ്ങ് സൽക്കരിക്കുക. കാരണം ഇന്ന് വരെ കിട്ടാത്തൊരു സന്തോഷമാണ് സക്കായിക്ക് കിട്ടിയത്. സക്കായി കാശിന്റെ പുറത്ത് കിടന്ന് ഉറങ്ങുന്നവന്. പ്രിയപ്പെട്ടവരെ, പണം കൊണ്ടൊന്നും സന്തോഷത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. യേശു വീട്ടിലില്ലെങ്കിൽ നമ്മുടെ വീട് ബിഗ് സീറോയാ. നമ്മുടെ വീട് വെറും ശൂന്യമാണ്. യേശു നിന്റെ വീട്ടിലുണ്ടെങ്കിൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായാലും അധികം സന്തോഷം നമ്മുടെ വീട്ടിനകത്തുണ്ട്. കോഴി ബിരിയാണി കഴിച്ചാൽ ഈ സന്തോഷം കിട്ടത്തില്ല. പേഴ്സിനകത്ത് പണമുണ്ടെന്ന് പറഞ്ഞാലും ഈ സന്തോഷം കിട്ടത്തില്ല. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, എന്റെ പേഴ്സിനകത്ത് പണമില്ലെങ്കിലും ഞാനൊരു സന്തോഷവാനാണ്. എല്ലാ മേഖലയിലും ചെറുതിലും വലുതിലും ഞാൻ സംതൃപ്തനാണ്. സ്തോത്രം. അങ്ങനെ സക്കായിയുടെ വീട്ടിൽ യേശു കർത്താവ് സക്കായിയായിട്ട് സംസാരിച്ചു, പല കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ സക്കായി യേശുവുമായിട്ട് ഇങ്ങനെ ഇടപെട്ട് സംസാരിച്ച് അല്പം ചില മിനിറ്റ് കഴിഞ്ഞപ്പം സക്കായി യേശുവിനോട് പറയുക, കർത്താവേ, ഞാനേ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ എന്ത് ചെയ്യാൻ പോവാ? ഇരട്ടിയായി, 4 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കാൻ പോകും. അതെന്താ സക്കായി, നിന്നോട് വല്ലവരും പറഞ്ഞു നീ ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെന്ന്? ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പാപബോധം ഉരുവാൻ. ഞാൻ പറഞ്ഞല്ലോ, 33 കോടി ആൾക്കാരെ ഞാൻ സേവിച്ചതാണ്. അവരെയൊക്കെ സേവിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊരു പാപബോധം ഉണ്ടായിട്ട്. സ്തോത്രം. എന്റെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. എനിക്ക് പാപബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ സേവിച്ചവരൊന്നും എനിക്ക് പാപബോധം നൽകി തന്നില്ല. വീണ്ടും വീണ്ടും പാപം ചെയ്യുവാൻ, നുണ പറയുവാൻ, വെട്ടിപ്പിടിക്കുവാൻ, കാലുവാരുവാൻ, അങ്ങനെയുള്ള ചിന്തകളല്ലാതെ മറ്റൊന്നും എനിക്കില്ല. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ ഒരു പാപബോധമുണ്ട്. സക്കായി പറയുക, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വരെ നീ വാങ്ങിയപ്പോ ചതിവായിട്ടൊന്നും നിനക്ക് തോന്നിയില്ലേ? തോന്നിയില്ല. യേശുവായിട്ട് ഇടപെട്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ചതിവുണ്ടെന്നും ശരിയും തെറ്റുമുണ്ടെന്നും ഒക്കെ ഞാൻ പഠിച്ചത് യേശുവിനെ കണ്ടപ്പോഴാണ്. 4 ഇരട്ടി. സക്കായി പറയുക, ഞാൻ 4 മടങ്ങി. സ്തോത്രം. അടുത്തതൊരു വാക്ക് കർത്താവ് പറയുക, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അപ്പൊ ഇതിനു മുമ്പ് ഈ വീടിന് രക്ഷയില്ലായിരുന്നു. ഇല്ല. നിനക്ക് പാപബോധം ഒഴിവായി. നിന്റെ ശാപങ്ങളെ, നിന്റെ ബന്ധനങ്ങളെ, ആവിചാരത്തിന്റെ ശക്തികളെ, കൈവിഷത്തിന്റെ കെട്ടുകളെ ഇന്ന് രാത്രി പാപബോധം എപ്പോൾ ഒഴിവാകുമോ അന്ന് രാത്രി അത് പൊട്ടിമാറും. സക്കായിയോട് പറയുക, ഇന്ന് രാത്രി ഈ വീടിന് രക്ഷ വന്നു. ദൈവമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു നിന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ ഏത് പാപത്തിന്റെ തടവറയ്ക്കകത്താണേലും കർത്താവ് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ഭൂമിയുടെ വെളിച്ചം സൂര്യനാകുന്നത് പോലെ യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു എന്റെ ഉള്ളിൽ വന്നാൽ എന്റെ ഉള്ളിലെ ഇരുട്ട് മാറും. എന്ന് വെച്ചാൽ എന്റെ ഉള്ളിലെ പൈശാചികതയെല്ലാം മാറും. എന്റെ ഉള്ളിലെ കൂടോത്ര ശക്തികൾ, ആഭിചാരത്തിന്റെ ശക്തികൾ, കുടിയിരിപ്പിന്റെ ശക്തികളൊക്കെ എന്റെ ഉള്ളിൽ നിന്ന് മാറി എനിക്കൊരു വെളിച്ചം. സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു. സ്നേഹിക്കാൻ എനിക്ക് അറിയത്തില്ല. പകരത്തിന് പകരം, അടിക്കടി, എടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കാതെ ഞാൻ ഉറങ്ങത്തില്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ അറിയാം. സ്തോത്രം. എന്നാൽ കർത്താവ് ഉള്ളത്തിൽ വന്നതിന് ശേഷം ഭയങ്കര മാറ്റമാണ്. എന്നെ ഒരു ദുർഗുണ പാഠശാലയിലും കൊണ്ടിട്ടിട്ടില്ല. പക്ഷെ എന്റെ യേശു എന്റെ ഉള്ളിൽ വന്ന അന്ന് മുതൽ എനിക്ക് മാറ്റം വരാൻ പറ്റും. അപ്പനെ ബഹുമാനിക്കാൻ പഠിച്ചു, അമ്മയെ ബഹുമാനിക്കാൻ പഠിച്ചു, ഭാര്യയെ ബഹുമാനിക്കാൻ പഠിച്ചു, മക്കളോട് എങ്ങനെ ഇടപെടണമെന്ന് പഠിച്ചു. ഇതൊന്നും ആരും എനിക്ക് ട്രെയിനിങ് തന്നില്ല. യേശു കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നു. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ജീവിതത്തിനകത്ത് മാറ്റം വരാൻ തുടങ്ങി. സമാധാനം ഉണ്ടാകാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന് വേണ്ടിയോ നിങ്ങളുടെ കുടുംബ ബന്ധത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ നിങ്ങൾ കൗൺസിലിംഗിൽ എങ്ങും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ യേശുവിനോടൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റം വരും. എന്റെ കുടുംബജീവിതത്തിൽ സന്തോഷം വരും. ഞാൻ പഠിച്ച ഒന്നാമത്തെ പാഠം
ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കുടുംബത്തിനകത്ത് സ്നേഹം ഉണ്ടാകും. അത്താഴപ്പട്ടിണിയാണെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റിയാൽ ആ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് യേശുവിനെ സ്നേഹിക്കുന്ന വീടാണോ നിന്റെ വീടാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വീട്. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, അപ്പനെ അമ്മേനെ സ്നേഹിക്കണം. തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന കുടുംബം എന്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ഇതൊക്കെ ഞാൻ പഠിച്ചത് യേശു കർത്താവ് എന്റെ ഉള്ളത്തിൽ വന്നത്. ഞാൻ ഒരാളെ കൊല്ലുമായിരുന്നെങ്കിൽ എന്റെ അപ്പനെ ഞാൻ കൊല്ലുമായിരുന്നു. എന്റെ അപ്പനെ കൊല്ലുവാൻ ഞാൻ കത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വാഴയിൽ കുത്തി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്റെ അപ്പനെ കൊല്ലുവാൻ. ഞാൻ തീരുമാനിച്ചു, എനിക്ക് 19-20 വയസ്സാകുമ്പോൾ ഞാൻ ഒരാളെ കൊല്ലുകയാണെങ്കിൽ എന്റെ അപ്പനെ കൊല്ലുമെന്ന് ഞാൻ തീരുമാനമെടുത്ത വ്യക്തിയാണ്. സ്തോത്രം. ഇന്ന് കഴിഞ്ഞ വർഷം എന്റെ മാതാവ് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, അറ്റാക്ക് വന്ന് മരിച്ചു. ഇന്ന് എന്റെ അപ്പൻ എന്റെ കൂടെയാണ്. സ്തോത്രം. അപ്പനെ കൊല്ലാനായിരുന്നെങ്കിൽ ഇപ്പൊ നല്ല അവസരമാണ്. പക്ഷേ ദൈവകൃപയ്ക്കകത്ത് വന്നതുകൊണ്ട് ആ ചിന്തകൾക്കെല്ലാം ദൈവം മാറ്റുന്നു. ദൈവവേദന ഞാൻ പറയട്ടെ, ഈ പുസ്തകം എടുത്തവരാരും തകർന്നു പോകത്തില്ല. ഈ പുസ്തകം എടുത്ത ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ മെസ്സേജിനകത്തുണ്ട്. നിങ്ങളുടെ വിടുതൽ ഈ ദൂതിനകത്ത് കിടപ്പുണ്ട്. ഈ ദൂത് വെറുതെയായി പോകത്തില്ല. ചിലരുടെ ഉള്ളങ്ങൾ ഇത് വീഴുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള ദൈവത്തെ നാം സേവിക്കും. ജീവനുള്ള ദൈവം, ജീവനുള്ള ദൈവം. സ്തോത്രം. വലിയ ഭാഗ്യമാണ്. സ്തോത്രം. സക്കായി യേശുവിനെ കണ്ട് യേശുവിന്റെ അടുക്കൽ ഇരുന്നു, യേശുവിനോട് സംസാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ സക്കായിക്ക് പാപബോധം ഉണ്ടായപ്പോ സക്കായി പറയാ, കർത്താവേ, വല്ലതും ചതിവായിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാന് പണ്ടൊക്കെ ജീവിച്ച സമയത്ത് അപ്പുറത്തെ വീട്ടിലെ തേങ്ങ വീണ നമ്മൾ അടിച്ചു മാറ്റും, കൊടുക്കത്തില്ല, പുട്ടുണ്ടാക്കാന്ന് ചോദിക്കും. പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നപ്പം ഒരു ഓലമടല് പോലും എടുത്ത നമ്മുടെ ഉള്ളിൽ കുറ്റബോധമാണ്. ഇതൊക്കെ എങ്ങനെ വന്നു? ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ചിന്തകൾക്കെല്ലാം മാറ്റം വരും. ഈ ദൈവകൃപയ്ക്കകത്ത് വന്ന അശുദ്ധിക്കകത്ത് കാലുകുത്താൻ പരിശുദ്ധാത്മാവ് അനുവദിക്കത്തില്ല. എത്ര ശ്രേഷ്ഠകരമായ മാർഗമാണ് ദൈവകൃപ. ഇന്ന് പകൽ എന്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശുവിലേക്ക് നിങ്ങൾ വരണം. കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. ഇത് പറയുന്നത് 1981 എറണാകുളത്ത് പത്തടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വേരണമ്പാക്കൽ വീട്ടിൽ ജനിച്ച പ്രേംകുമാർ എന്ന വ്യക്തിയാണ്. ഹിന്ദു വിശ്വാസി ജീവിച്ചു 23 വയസ്സ് വരെ 33 കോടി ആളുകളെ സേവിച്ച എന്റെ ജീവിതം അമേരിക്കയിൽ നിന്ന് വരുമാനം തന്നിട്ടല്ലേ ഈ കൃപയ്ക്കകത്ത് വന്നത്. അമേരിക്കയിൽ നിന്ന് ഡോളർ വന്നതുകൊണ്ടല്ലേ ഈ കൃപയ്ക്കകത്ത് വന്നത്. സ്തോത്രം. ഇന്ന് 20 വർഷത്തോളമായി ഞാൻ കർത്താവിനെ സേവിക്കുന്നു. ഇന്ന് വരെ അമേരിക്കയിൽ നിന്ന് ഡോളർ കിട്ടിയോണ്ടല്ലേ കൃപയ്ക്കകത്ത് പട്ടിണി കിടന്നിട്ടുണ്ട്. പട്ടിണി. ദൈവത്തെ സേവിച്ചത് കൊണ്ട് അർഹിക്കുന്ന നന്മ പോലും കിട്ടാതെ ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. പല സ്ഥലത്ത് അപമാനം ഏറ്റിട്ടുണ്ട്. പക്ഷെ അന്ന് വരും മുതൽ ഇന്ന് വരെയും ഞാൻ ഈ പുസ്തകം മാറോട് ചേർത്ത് പിടിച്ചു. കൃഷ്ണൻകുട്ടി ബ്രദർ പറഞ്ഞ നിമിത്തം ഞാൻ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഞാൻ പെന്തക്കോസ്ത് പള്ളിയിൽ പോയി കർത്താവിനെ കണ്ടു. അങ്ങനെ എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സാംകുട്ടി എന്ന് പറഞ്ഞ പാഷ പറഞ്ഞു, എന്റെ വണ്ടി ഒന്ന് ഓടിക്കാമോ എന്ന്. ഞാൻ പറഞ്ഞു, പാഷ ഞാൻ ഓടി. അങ്ങനെ ഞാൻ കർത്താവിന്റെ ദാസന്റെ വണ്ടി ഓടിച്ച് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ വിസിറ്റിംഗ് ചെയ്തു. സുവിശേഷം അറിയിച്ചിങ്ങനെ പോകുന്ന വഴിയിൽ കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു, പ്രേംകുമാർ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇന്ന് വരെ കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് രാത്രി കണ്ട ആ ദർശനത്തിന് ശേഷം ഇന്ന് വരെയും ഞാൻ യേശുവിനെ മാത്രമേ ആരാധിക്കൂ. പാസ്റ്ററിനോട് പറഞ്ഞു, അങ്ങനെയല്ല സഹോദരൻ, കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ചു. 2003 ഒക്ടോബർ മാസം 2-ാം തീയതി ഓണം, എനിക്ക് തോന്നുന്നു 2-ാം തീയതിയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ഉച്ചയ്ക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ ലൈബ്രറിയിൽ വെച്ച് കർത്താവിന്റെ ദാസൻ എനിക്ക് രക്ഷാവാചകം ചൊല്ലുന്നു. അന്ന് ഞാൻ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ
രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പിന്നെ എന്റെ വിവാഹം എന്ന് പറയുന്നത്, ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഞാൻ വിവാഹിതനായി. ഞാൻ 22-ാമത്തെ വയസ്സിൽ ഞാൻ വിവാഹിതനായി. ഹിന്ദു ആചാരപ്രകാരം ഞാൻ വിവാഹിതനായി. 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കണം എത്രമാത്രം എതിർപ്പിലൂടെ ഞാൻ കടന്നുപോയി. ഞാൻ വിവാഹം കഴിച്ച് കറക്റ്റ് 30-ാമത്തെ ദിവസമാണ് ഞാൻ സ്വർഗീയ ദർശനം കാണുന്നത്. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, എന്റെ ഭാര്യയോട് എതിർപ്പൊന്നും പറഞ്ഞില്ല, അവളൊരു ഒരു സാധുവായ സ്ത്രീ ആയതുകൊണ്ട് എന്നോട് എതിർപ്പൊന്നും പറഞ്ഞില്ല. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് 30-ാമത്തെ ദിവസം യേശു കർത്താവിനെ വിവാഹം കഴിച്ച ശേഷം 30-ാമത്തെ ദിവസം ഞാൻ കർത്താവിനെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം. അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. രക്ഷാനിർണയം പ്രാപിച്ചിട്ട് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററേ എനിക്ക് വേഗത്തിൽ സ്നാനപ്പെടണം. കാരണം ഞങ്ങളുടെ ചർച്ചിൽ എപ്പോഴും കർത്താവിന്റെ വരവിനെ പറ്റി യേശു വരുമെന്നും ദൈവസഭ എടുക്കപ്പെടുമെന്നും പ്രസംഗിക്കുമായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കർത്താവ് വന്ന കൈവിടപ്പെട്ടു പോകുന്നു. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പെട്ടെന്ന് സ്നാനപ്പെടണം. അപ്പൊ എന്റെ പാസ്റ്ററിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രേംകുമാറെ നീ മാനസാന്തരപ്പെട്ടോ, സ്നാനത്തിന് യോഗ്യമായോ എനിക്കും കൂടെ ബോധ്യമാകണ്ടേ, അല്പം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും 1 മാസം കൂടെ വെയിറ്റ് ചെയ്തു. ഞാൻ പാസ്റ്ററെ എനിക്ക് സ്നാനപ്പെടണം, കർത്താവ് ഞാൻ കൈവിടപ്പെട്ടു പോകും. അങ്ങനെ എന്റെ നിർബന്ധത്താൽ കർത്താവിന്റെ ദാസൻ എന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അങ്ങനെ സ്നാനപ്പെട്ട് ആത്മശക്തിയെ പ്രാപിച്ച് ദൈവാത്മാവ് എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. ഞാൻ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു എന്ന് പറയുമ്പോൾ, പ്രവചനത്തെ ഞാൻ അതിനൊന്നും കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പെന്തക്കോസ്ത് പള്ളി ചെല്ലുമ്പോൾ സൈമൺ ചാക്കോ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദാസൻ ശക്തമായ ശുശ്രൂഷ ചെയ്യും. അദ്ദേഹം അനേകരോട് ദൈവത്തിന്റെ ആലോചന പറയുന്നു. ഞാൻ ഫ്രണ്ടിലിരിക്കുക, ചർച്ചിന്റെ ഫ്രണ്ടിലിരിക്കുക. അപ്പൊ ഞാൻ മനസ്സിൽ പറഞ്ഞു, എല്ലാവരോടും ദൂത് പറയുന്നുണ്ടല്ലോ, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്ന്. ഞാനത് ഹൃദയത്തിൽ ചിന്തിച്ച് ചില സെക്കൻഡ് കഴിഞ്ഞില്ല, ചർച്ചിന്റെ ഏറ്റവും പുറകിൽ ദൈവാലോചന പറഞ്ഞ സൈമൺ ചാക്കോ എന്ന ദൈവദാസൻ മുൻപിലോട്ട് കൊണ്ട് എന്നോട് പറഞ്ഞു, ബ്രദർ എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് എഴുന്നേറ്റ്. എന്നോട് പറഞ്ഞു, ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. നിന്നോട് യഹോവയുടെ അരുളപ്പാട് അറിയിക്കാനുള്ളത്. ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, ദൈവം എല്ലാം അറിയുന്നു. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയൊക്കെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അതിനുശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. കുടുംബമായിട്ട് കർത്താവിനെ സേവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കി. ഞാൻ വിശ്വാസി വന്നപ്പോഴേ ഞാൻ കർത്താവിന്റെ വേല ചെയ്യാൻ തുടങ്ങി. കാരണം എന്റെ പാസ് ഓടി നടന്ന് കർത്താവിന്റെ വേല ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് എന്നെ അടങ്ങിയിരിക്കാൻ സമ്മതിക്കത്തില്ല. 10 പേരെ കാണും എന്നോട് പറയും, ബ്രദർ ആ ട്രാക്ടർ എടുത്ത് അവർക്ക് കൊടുക്കും. എനിക്ക് ആദ്യമൊക്കെ നാണമായിരുന്നു. പക്ഷെ കൊടുത്ത് ദൈവാത്മാവ് എന്റെ പേടിയും അറപ്പൊക്കെ മാറ്റി. അന്ന് മുതൽ ഇന്ന് വരെയും 8 വർഷം കർത്താവിന്റെ ദാസന്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. കർത്താവിന്റെ ദാസന് എൻജി സാമുട്ടി ദൈവദാസന് ബോൺ ക്യാൻസർ വന്നതായതുകൊണ്ട് തനിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. തന്നെ രാവിലെ വന്ന് ഞാൻ സോക്സ് ഇടിപ്പിച്ചു കൊടുക്കും. കർത്താവിന്റെ ദാസന്റെ കാല് ധരിപ്പിച്ചു കൊടുക്കണം, ഡ്രസ്സ് ധരിപ്പിച്ചു കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ, റേഡിയേഷൻ എടുത്തു ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ 8 മണിക്കൂർ അദ്ദേഹത്തിന് വേദന. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 8 മണിക്ക് ബൈബിൾ സ്കൂൾ എന്ന് പറഞ്ഞിറങ്ങും. വീട്ടിൽ വന്ന് കർത്താവിന്റെ ദാസന്റെ കാല് തിരുമ്മി ആ വേദന പോകുമ്പോഴും കർത്താവിന്റെ ദാസനെ ശുശ്രൂഷ ചെയ്യാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി. കർത്താവിന്റെ ദാസൻ എനിക്ക് തോന്നുന്നു 2012 താൻ നിത്യതയിലേക്ക് പ്രവേശിച്ചെന്ന് ഞാൻ ഓർക്കുന്നു. താൻ മരിക്കുന്നതിന് തലേ ദിവസം എന്നോട് പറഞ്ഞു, പ്രേംകുമാറെ ഞാന് ഒരു 14 ഷർട്ട് നിനക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 14 ഷർട്ട് അദ്ദേഹം എനിക്ക് തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്റർ ഷർട്ട് വേണ്ടേ? അദ്ദേഹം എന്നോട് പറയും, ഞാന് അടുത്തൊരു ലെവലിലോട്ട് പ്രവേശിക്കാൻ പോവുക, ഞാൻ ഇതിൽ കോട്ട് യൂസ് ചെയ്യാം, അതുകൊണ്ട് ഈ 14 ഷർട്ട് ദൈവദാസൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഷർട്ട് വാങ്ങിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ നിനക്ക് വേണ്ടി, മുട്ടുകൊത്താൻ പറഞ്ഞു. എനിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നോട് ദൈവാലോചന പറഞ്ഞു, നീ ഈ പട്ടണത്തിൽ നിന്ന് പോകുമെന്നും, ആമേൻ, ദേശത്ത് പോയി ദൂര രാജ്യങ്ങളിൽ പോയി നീ സഭകൾ സ്ഥാപിക്കുമെന്നവരുടെ ആലോചന പറഞ്ഞ ശേഷം അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നേരത്തോട് നേരമായപ്പോൾ കർത്താവിന്റെ ദാസൻ നിത്യതയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ ഒരു കൈവപ്പ് എന്റെ മേൽ ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം. അദ്ദേഹത്തിന്റെ കൂടെ നടന്ന 8 വർഷത്തെ വിശ്വാസ ജീവിതമാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ദേശത്ത്
എന്നെ നിർത്തുന്നു. ആ 8 വർഷത്തെ അനുഭവം, 8 വർഷത്തെ ട്രെയിനിങ്, 8 വർഷത്തെ ശോധന, അദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിൽ കണ്ടതുകൊണ്ടാണ് ഈ പട്ടണത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. പലവട്ടം സുവിശേഷ വിരോധികളുടെ അതിക്രമ നിമിത്തം ഇവിടെ നിൽക്കാൻ കഴിയത്തില്ലെന്ന് വിചാരിച്ച സാഹചര്യമുണ്ട്. എന്നോട് ഒരു സ്നേഹിതൻ പറഞ്ഞു, പാസ്റ്ററെ, വെറുതെ ഇരുമ്പേ കടിച്ച് പല്ല് കളയണ്ട, ആ നാട്ടിൽ നിന്ന് പോയി വേറെ സ്ഥലത്ത് പോയി വേല ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ആ സഹോദരന് പറഞ്ഞു, കർത്താവിന്റെ നിയോഗപ്രകാരം ഇരുമ്പേ കടിച്ചാലും ഇരുമ്പ് മുറിയുക തന്നെ ചെയ്യും. അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. സ്തോത്രം. കർത്താവ് ഞങ്ങളെ, ആമേൻ, സ്തോത്രം, ദൈവകൃപയിലേക്ക് കൊണ്ട് ഞാൻ വിശ്വാസി വന്ന അന്ന് മുതൽ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. പാലാരിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് സിമന്റ് ചുമ്മിയിട്ടുണ്ട് ഞാൻ, കൽപ്പണി എടുത്തിട്ടുണ്ട് ഞാൻ, ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ, കക്കൂസ് കോരാൻ ഞാൻ പോയിട്ടുണ്ട്, സെക്യൂരിറ്റി ജോലി ചെയ്തിട്ടുണ്ട്, അടിക്കാനും ഇടിക്കാനും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ 2002 യേശു കർത്താവിനെ കണ്ട ശേഷം എന്റെ ജീവിതത്തിനകത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ച അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ അതിശയകരമായി നടത്തി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, യേശു ജീവിക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്ന് പകൽ എന്റെ ഈ കൊച്ചു സന്ദേശിക്കുന്ന ദൈവ ഇതിലെ യേശുവിൽ നിനക്കെല്ലാം ഉണ്ട്. യേശുവിൽ നിന്റെ തലമുറക്കുള്ള വിടുതലുണ്ട്. യേശു നിന്റെ കുടുംബജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഒന്നിനെ കുറിച്ച് നിനക്ക് ഭാരപ്പെടണ്ട. കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കും. അമേരിക്കയിൽ നിന്ന് വരുമാനം വന്നതുകൊണ്ടല്ല പ്രേംകുമാർ യേശുവിനെ സേവിക്കുന്നത്. സത്യം ഇതാണെന്ന് മനസ്സിലാക്കി സമാധാനം എന്റെ ഉള്ളത്തിൽ വന്നിട്ട് അടുത്ത ആമേൻ ആമേൻ ദിവസം കർത്താവ് വരുമ്പം നിത്യതയിൽ ചേർക്കപ്പെടണം, ഒരു നിത്യതയുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കർത്താവിനെ സേവിക്കുന്നത്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ വരും. ഇത് രണ്ടും നമുക്ക് സംഭവിക്കാം. ആരും കൈവിടപ്പെട്ടു പോകരുത്. കർത്താവിന് വേണ്ടി നിൽക്കാം, കർത്താവിന് വേണ്ടി ഒരുങ്ങാം, കർത്താവിന് വേണ്ടി മരിക്കണമെങ്കിൽ മരിക്കാം. ദൈവവേലയിൽ നമുക്ക് മുന്നേറാം. യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർക്കുക, എന്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക, എന്റെ 2 പെൺകുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇവിടുത്തെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവനാമത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ഡാനിയൽ പാസ്റ്റർക്കുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവ് ദാസൻ പാസ്റ്റർ പ്രേംകുമാർ അവർ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും മാനുഷികമായി നോക്കിയാൽ ഒരു യോഗ്യതയുമില്ലാതിരുന്ന ഒരു സ്ഥാനത്ത് നിന്നും കർത്താവിൻ്റെ വചനം എടുത്തുകൊണ്ട് ആ വചനം പ്രസംഗിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ശക്തനായ ഒരു ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേലയിൽ ദൈവം ഇന്ന് ആക്കി വച്ചിരിക്കുന്നു എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ആരംഭ ദിശകളിൽ നോക്കിയാൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഇന്ന് എത്തിച്ചേരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു ജീവിതമാണ് ആദ്യ കാലയളവിൽ ഉണ്ടായിരുന്നതെന്ന് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ, ആ കുടുംബത്തിലുള്ള ചില പ്രിയപ്പെട്ടവരെ, ആ ദേശത്തിലുള്ള ചില പ്രിയപ്പെട്ടവരെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് അവിടേക്ക് ഒരു കൃഷ്ണൻകുട്ടിയെയും അടുത്ത ഒരു സ്നേഹിതനെയും ആ ഭവനത്തിലേക്ക് അയക്കുവാൻ ഇടയായി തീർന്നു. കൃഷ്ണൻകുട്ടി കൊണ്ടുവന്നതായ ക്രിസ്തു അല്ല, പകരം ക്രിസ്തു കൃഷ്ണൻകുട്ടിയെ ആ ഭവനത്തിലേക്ക് അയച്ചതാണ്. സ്തോത്രം. ആ കൃഷ്ണൻകുട്ടി പറഞ്ഞതായ ഒരുപാട് വാക്കൊന്നും പറഞ്ഞില്ല, ഒരുപാട് സുവിശേഷമൊന്നും പറഞ്ഞില്ല. പ്രേംകുമാറെ, നിന്നെ യേശു സ്നേഹിക്കുന്നു, ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അത് ഇഷ്ടപ്പെട്ടില്ല. വീണ്ടും പറഞ്ഞു, പ്രേംകുമാറെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ ഒരൊറ്റ വാക്കിനകത്ത് സകലവും അടങ്ങിയിരിക്കുന്നു. ഇന്ന് മനുഷ്യന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്, അല്ലെങ്കിൽ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത്. സമാധാനമില്ല, സന്തോഷമില്ല, സ്നേഹമില്ല. സ്നേഹിക്കുവാൻ വേണ്ടി കടപ്പെട്ടവരാരും അവർ ചെയ്യുന്നില്ല. മാതാപിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു,
മക്കളെ സ്നേഹിക്കേണ്ടുന്ന മാതാപിതാക്കന്മാർ ഒരു ഉള്ളി പൊളിക്കുന്ന വിഷയം പറഞ്ഞു പോലും വഴക്കുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ തമ്മിത്തല്ലും വഴക്കും പൈശാചികമായി ഇളകിമറിഞ്ഞു നിന്ന ആ ഒരു തിരക്കുള്ളിൽ നിന്ന് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസൻ പ്രേംകുമാറിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആ സ്നേഹം ഇന്നും ദൈവം സ്നേഹിക്കുന്നു, ഇന്നും ദൈവം പ്രവർത്തിക്കുന്നു. ഇതുപോലെ എത്രയോ പ്രേംകുമാർമാരെ ദൈവം പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിൽ വരാത്തിടത്തോളം ആ പേരിന് പോലും അർത്ഥമില്ല. പ്രേംകുമാർ അല്ലെങ്കിൽ പ്രേമത്താൽ നിറയപ്പെട്ട ആ ഒരു വ്യക്തി ആയി മാറിയത് കർത്താവായ യേശുക്രിസ്തു ഉള്ളിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഇന്നാണ് ആ പേരിൻ്റെ യഥാർത്ഥ അർത്ഥം ആമേന് വെളിപ്പെടുവാനിടയായി തീർന്നത്. നിശ്ചയമായും കർത്താവിൻ്റെ ദാസൻ്റെ ഈ ജീവിതാനുഭവം സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ വിവിധ നിലകളിലൂടെ ആത്മഹത്യ ചെയ്താൽ മതിയെന്ന് വിചാരിച്ച പല നിലകളിലൂടെ ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഇന്നുവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ഒരു വ്യക്തി ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ദൈവീയ പദ്ധതിയുണ്ട്. ആ ദൈവീയ പദ്ധതിയിലേക്ക് വരുവാൻ തയ്യാറായാൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കൃഷ്ണൻകുട്ടി പരിചയപ്പെടുത്തിയതായ ആ കർത്താവിനെ കാണുവാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ അന്ന് ആ പ്രാർത്ഥനാലയത്തിലേക്ക് പോയതല്ലേ. പോയപ്പോൾ ഉടുത്തിരുന്ന ആ വേഷത്തെക്കുറിച്ച് പറഞ്ഞു. പച്ച ഉടുപ്പും വെള്ളമുണ്ടും ചന്ദനക്കുറിയും ഇട്ടുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ആ സാഹചര്യം ഒന്നും അംഗീകരിക്കാൻ കഴിയാതെ വന്നു. എന്നാൽ ഇന്ന് അവരിലൊരുവനെ പോലെ അല്ലേ ഇന്ന് ആയി മാറുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. സക്കായി ആഗ്രഹിച്ചു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്നൊന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ. എന്നാൽ ആ സക്കായിയുടെ ഭവനത്തിൽ ഇന്ന് നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് കർത്താവ് പറഞ്ഞതുപോലെ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്ന് പോകുവാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച് അല്ലെ ആ കൃഷ്ണൻകുട്ടിയുടെ വാക്കിന് വിലകൽപ്പിക്കുവാൻ വേണ്ടി അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചിറങ്ങിയ വ്യക്തി ഇന്ന് ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാനും ആ ക്രൂശിൻ്റെ സ്നേഹം വിളിച്ചു പറയുവാനും ദൈവം കൃപ ചെയ്തു. അത് കൃപയൊന്നല്ലാതെ മറ്റെന്തുവാ? കൃപ, ദൈവത്തിൻ്റെ മഹാകൃപ. ഇന്ന് ആ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ, കുടുംബം, കുഞ്ഞുങ്ങൾ കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ള സാക്ഷ്യം കേൾക്കാൻ കഴിഞ്ഞല്ലോ. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവിതാനുഭവങ്ങൾ ഒരനുഗ്രഹമായി തീർന്നു നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ആമേൻ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശു താങ്കളുടെ ഭവനത്തിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഞങ്ങളെ കേൾക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഇന്ന് നിരാശയോടെ ആയിരിക്കുമ്പോൾ, ആത്മഹത്യയുടെ വക്കിലായിരിക്കുമ്പോൾ, എന്ത് കിട്ടും, എവിടെ സമാധാനം കിട്ടും, എവിടെ എന്ന് വിചാരിച്ച് ആശങ്കയോടുകൂടിയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, യേശുവിലൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. യേശുവിനെ മാത്രമേ നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ അരോമ ടിവിയിലൂടെ ഈ സാക്ഷ്യം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ചെറിയ സന്ദേശം അടിയന്റെ ജീവിതത്തിലെ അനുഭവം ഇവരുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള സന്തോഷം, യേശുക്രിസ്തുവിലുള്ള സമാധാനം അനുഭവിച്ച് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ കർത്താവേ നിന്റെ മക്കൾ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ ഭവനത്തിലും ഇവരുടെ ചെറുതും വലുതും എല്ലാ മേഖലയിലും സ്വർഗത്തിൽ ദൈവം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എന്നെ മുൻനിൽക്കുന്ന കർത്താവിന്റെ ദാസന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തേക്കും ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ. ഈ ടി വിയിലൂടെ കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഒക്കെ ദൈവം വിടുവിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രേംകുമാർ അവர்களോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ, സൗഖ്യമായിരിക്കും, ദീർഘായുസ്സും തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, കർത്താവിന് വേണ്ടി വർദ്ധിച്ചു വരുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമഹിപ്പുടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഞങ്ങളോട് സമയങ്ങൾ വേർതിരിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com